നമസ്കാരം. കേരളത്തിൽ സ്വർണ്ണവില ദിവസങ്ങൾക്ക് ശേഷം വൻതോതിൽ ഉയർന്നിരിക്കുകയാണ്. ഈ മാസം 3600 രൂപ വരെ പവൻ വിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയ ശേഷമാണ് ഇന്നത്തെ, അതായത് നവംബർ മാസം 18-ാം തീയതിയിലെ മുന്നേറ്റം. വരും ദിവസങ്ങളിലും വില കുത്തനെ കയറുമെന്ന സൂചനകളാണ് വിപണിയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 480 രൂപയാണ് പവൻമേൽ വർദ്ധിച്ചിരിക്കുന്നത്. ആഗോള വിപണിയിൽ സ്വർണ്ണവില കയറുന്നതിന് കേരള വിപണിയിലും മാറ്റത്തിന് കാരണമായിട്ടുണ്ട്. ഡോളർ മൂല്യം കൂടുന്നത് സ്വർണ്ണവില കുറയും എന്ന നേരിയ സൂചന നൽകുന്നുണ്ട്. എന്നാൽ സ്വർണ്ണവില കൂടാനുള്ള ഘടകങ്ങളാണ് കൂടുതൽ പ്രകടമായി ഉള്ളത്. ആഭരണം ആവശ്യമുള്ളവർ അഡ്വാൻസ് ബുക്കിംഗ് സംവിധാനം ഉപയോഗപ്പെടുത്തുന്നതാകും നല്ലത്. ഒക്ടോബറിൽ രാജ്യത്ത് ഇറക്കുമതി ചെയ്ത സ്വർണത്തിന്റെ കണക്കുകളും പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും അറിയാം ഇന്നത്തെ സ്വർണ്ണവില സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ. കേരളത്തിൽ ഇന്ന് ഒരു പവൻ സ്വർണത്തിന് 55,960 രൂപയാണ് നൽകേണ്ടി വരിക. ഗ്രാമിന് 60 രൂപ വർദ്ധിച്ച 6,995 രൂപയിൽ എത്തിയിട്ടുണ്ട്. 22 ക്യാരറ്റ് സ്വർണത്തിന്റെ വിലയാണ് ഇത്. അതേസമയം 18 ക്യാരറ്റ് സ്വർണ്ണ വിലയും മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുണ്ട്. ഗ്രാമിന് 50 രൂപ വർദ്ധിച്ച 5,770 രൂപയിൽ എത്തിയിട്ടുണ്ട്. വെള്ളിയുടെ വിലയിൽ മാറ്റമില്ല. ഇന്ന് ഗ്രാമിന് 97 രൂപ എന്ന നിരക്കിൽ തന്നെ തുടരുകയാണ്. ഒക്ടോബറിൽ വെള്ളിയുടെ ഇറക്കുമതി വൻതോതിൽ കുറഞ്ഞിട്ടുണ്ട്. ഈ മാസം കേരളത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പവൻ വില 59,080 രൂപയും കുറഞ്ഞ വില 55,480 രൂപയുമാണ്. കുറഞ്ഞ നിരക്കിൽ നിന്നാണ് ഇന്നത്തെ ഒരു മുന്നേറ്റം. ആഗോള വിപണിയിൽ ഔൺസ് സ്വർണത്തിന് $2,589 എന്ന നിരക്കിലേക്ക് ഉയർന്നിട്ടുണ്ട്. 2,540 രൂപ വരെ താഴ്ന്ന ശേഷമാണ് ഈ നിരക്കിലേക്ക് ഉയർന്നത്. ഡോളർ സൂചിക 106.68 ഉള്ളത്. ഡോളർ ശക്തി വർദ്ധിപ്പിക്കാൻ തുടങ്ങിയത് ഇന്ത്യൻ രൂപയ്ക്ക് തിരിച്ചടിയായിട്ടുണ്ട്. 84 രൂപ 39 പൈസ എന്ന നിരക്കിലാണ് രൂപ. ഡോളർ വിറ്റഴിച്ച രൂപയുടെ മൂല്യം വർദ്ധിപ്പിക്കാനുള്ള ശ്രമം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായേക്കും. ഡോളർ മൂല്യം വർദ്ധിക്കുമ്പോൾ മറ്റ് കറൻസികളുടെ മൂല്യം ഇടിയും. അതുകൊണ്ട് തന്നെ അവ ഉപയോഗിച്ച് വൻതോതിൽ സ്വർണം വാങ്ങുന്നത് നഷ്ടമാകും. ഇന്ന് ഒരു പവൻ സ്വർണം ആഭരണമായി എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ 60,000 രൂപ വരെ ചിലവ് വന്നേക്കും. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷ സാഹചര്യം നിക്ഷേപകർക്ക് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് കൂടുതൽ പേർ ആകർഷിക്കപ്പെടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആകുന്നതോടെ യുദ്ധങ്ങൾ അവസാനിപ്പിക്കാനുള്ള നടപടികൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒക്ടോബറിൽ 59,884 കോടി രൂപയുടെ സ്വർണം ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് എന്നാണ് കണക്ക്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ 60,178 കോടി രൂപയുടെ സ്വർണമാണ് ഇറക്കുമതി ചെയ്തിരുന്നത്. സ്വർണ്ണ ഇറക്കുമതി ഏകദേശം തുല്യമായ അളവിലാണ് എന്ന് മനസ്സിലാക്കാം. അതേസമയം വെള്ളിയുടെ ഇറക്കുമതി വൻതോതിൽ കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ 10,937 കോടി രൂപയുടെ വെള്ളിയാണ് ഇറക്കിയതെങ്കിൽ ഇക്കഴിഞ്ഞ മാസം 2,787 കോടിയുടെ വെള്ളി മാത്രമേ ഇറക്കുമതി ചെയ്തിട്ടുള്ളൂ. 74% ഇടിവാണ് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്.